ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ചപ്പാത്തിയും സാലഡായിരുന്നു കേട്ടോ. കുറച്ച് തൈരും സവോളയും പച്ചമുളകും പിന്നെ കുക്കുംബറും കൂടി അരിഞ്ഞ് വെച്ച സാലഡ് കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു, ചപ്പാത്തി കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് തോരൻ തയ്യാറാക്കി. രണ്ട് തരം തോരന. ഒന്ന് നിങ്ങളെന്താ പറയുക, നമ്മൾ കൂട്ടാൻ കാച്ചാന്നാ പറയുക. ഒന്ന് നമ്മൾ ചീരച്ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കി ഇന്ന്. അപ്പോൾ നമ്മൾക്ക് തണ്ട് വെച്ചിട്ട് ഇങ്ങനെ തോരൻ ഉണ്ടാക്കണേന്ന് നോക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ചീരച്ചെമ്പിൻ്റെ തണ്ട് മാത്രമായിട്ട് ഇന്നിപ്പോൾ വയ്ക്കണേ. കാരണം നമ്മൾ മുകളിൽ നിന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നപ്പോഴേ തണ്ട് മാത്രം അരിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ടൊരു കറി വയ്ക്കാനുണ്ട്. അപ്പോൾ തണ്ട് ഇന്ന് വെച്ച് ഇല വേറൊരു ദിവസം വയ്ക്കാനാണ് നമ്മുടെ ഉദ്ദേശം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടു കേട്ടോ അതിൽ. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരച്ചെമ്പിൻ്റെ തണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കേട്ടോ. വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ ചീരച്ചേമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലയും തണ്ടൊക്കെ നമുക്ക് കറി വയ്ക്കാം. സാധാരണ ചേമ്പിൻ്റെ പോലെ ഇരിക്കുന്ന വെച്ചാലും ഇതിന് സാധാരണ ചേമ്പിൻ്റെ താഴെ ഇങ്ങനെ ചേമ്പ് ഇങ്ങനെ കിട്ടുമല്ലോ കഴിക്കാനായിട്ട്, അത് ഇതിനുണ്ടാവില്ല. ഇതിന് ആ ഇലയും തണ്ടും മാത്രമാണ് ഉണ്ടാവുക. അപ്പം അത് കറി വയ്ക്കുകയും ചെയ്യാം. ഏത് കാലത്തും കറി വയ്ക്കാം. നല്ലൊരു തോരനാണ്. ശരിക്കും ലീഫി എന്ന് പറയില്ലേ, നമ്മുടെ ചീരയൊക്കെ കഴിക്കണ പോലെ, അതാണ് ഇതിൻ്റെ ചീരച്ചേമ്പ് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് അധികം വെന്തുടയാത്ത പരിപ്പും ചേർത്ത് കൊടുക്കണം. നാളികേരം കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ട്, ആ ചീരച്ചേമ്പ് തോരൻ റെഡിയായി. അമ്മച്ചി ഇതിന് നന്നായിട്ട് നമ്മുടെ ഇതിടും കേട്ടോ, നാളികേരം ഇടും. അപ്പോഴാണ് ടേസ്റ്റ് എന്ന് പറയണത്. ഞാനാണെങ്കിൽ ഇത്ര ഇടാറില്ല. എനിക്ക് കുറച്ചിട്ടാലേ എനിക്ക് കുറച്ചിടാറുള്ളൂ. പക്ഷെ അമ്മച്ചി നന്നായിട്ട് ഇതിൽ നമ്മുടെ നാളികേരം ചേർക്കാറുണ്ട്. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചാറുകറി വെച്ചത് തക്കാളി മീൻകറിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി, സവോള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ നല്ലതാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ആദ്യം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇന്ന് തക്കാളി മീൻകറി വെപ്പ് വയ്ക്കുമ്പോഴേ നമ്മളിതിൽ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കണേ. സാധാരണ തേങ്ങയൊക്കെ അരച്ചൊഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ നമ്മൾ തെമ്പാൽ മാറ്റി വെച്ചു. പിന്നെ 2ഉം 3ഉം പാലും കൂടി ഒരുമിച്ച് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ സവോളയൊക്കെ ഇട്ടൊന്ന് നന്നായി ഒന്ന് കൂട്ടി തരുമ്പാട്ടോ. പക്ഷെ അപ്പോഴാണ് അമ്മച്ചി ഒരു കാര്യം പറഞ്ഞാൽ തക്കാളി ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ എന്ന്. ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് കൂട്ടി തരുമ്പാണ് ചെയ്തത്. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കുക, വേവിക്കുക. വേപ്പിലും കൂടി ഇടണം കേട്ടോ, മറന്നുപോയി അത്. നന്നായിട്ട് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ 3ആം പാലും 2ആം പാലും ഒഴിക്കണ്ടല്ലോ, അത് കാരണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ സിമ്മിൽ വെച്ച് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും അത്. എനിക്ക് തക്കാളിയുടെ പുളിയേക്കാളും കൂടുതൽ വേണം തോന്നും. അപ്പം ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം നമ്മുടെ കുടംപുളിയൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ശരിക്കും മീൻ ചാറ് പോലെ ഇരിക്കും. വെന്ത് വന്നപ്പോൾ നമ്മൾ 3ആം പാലും 2ആം പാലും ചേർത്തു കേട്ടോ. ലാസ്റ്റ് ഡേ ഇപ്പോൾ തെമ്പാലാണ് ചേർത്തത്. പിന്നെ നമ്മുടെ ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചൊഴിച്ചു ചെയ്തു. പിന്നെ നമ്മൾ മുതിരയും നമ്മുടെ ചേനയും കൂടി ഒരു തോരനും കൂടി ഉണ്ടാക്കി. നമ്മളിവിടെ എല്ലാം കൂട്ടാൻ കാച്ചാന്നാണ് പറയുക, കൂട്ടാൻ കാച്ചി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് രണ്ടും വേവിച്ച് വെച്ചിട്ടുണ്ട്, ചേനയും മുതിരയും കൂടിയിട്ട്. പിന്നെ ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ ചതച്ച മുളകും ഇട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ വേവിച്ച് വെച്ച നമ്മുടെ മുതിരയും ചേനയും കൂടി ഇട്ട് മിക്സാക്കിയ ഈ തോരനും റെഡി ആയിട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഊണ് കഴിക്കാൻ പോവാണ്. തക്കാളി മീൻകറി വെപ്പും പിന്നെ ഒരു ഉപ്പിലിട്ട മാങ്ങയും പിന്നെ നമ്മുടെ ചേനയും മുതിരയും ഉപ്പേരിയും ഒരു പപ്പടവും പിന്നെ ചീരച്ചേമ്പിൻ്റെ തണ്ടിൻ്റെ തോരനും കൂട്ടിയിട്ട് ഇന്നിങ്ങനെ ചോറുണ്ട്.